കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്ത് ചേരുവാനായിട്ട് സഹായിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് സ്തോത്രം ചെയ്ത സമയത്ത് ഒരു സഹോദരി ഉപയോഗിച്ച ചില പദങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാക്കി. നിങ്ങളത് ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അനുദിനം ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒരു സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യമാകുന്നത്. നാം ഒരുമിച്ച് കൂടുന്നതും വചനം പഠിക്കുന്നതും അന്യോന്യം പ്രബോധിപ്പിക്കുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ സ്തുതി സ്തോത്രങ്ങളിൽ സഹോദരി സ്തോത്രം ചെയ്തതുപോലെ നമുക്കും അത് സ്തുതിക്ക് വിഷയമായി തീരുവാൻ ഇടയാകണം. കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ ഞങ്ങളെ അനുദിനം സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ശരി, നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തീത്തോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് വിശദീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. അപ്പോൾ ഇവിടെ തീത്തോസിന് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കൽപ്പനയാണ്. എന്താണ് ആ കൽപ്പന? ഇത് പൂർണ്ണ ഗൗരവത്തോടെ, അതായത് ഗൗരവത്തിൽ ഒരു കുറവുമില്ലാതെ. പൂർണ്ണ ഗൗരവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൗരവത്തിൽ, അതായത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, യാതൊരു വക മയപ്പെടുത്തലോ വെള്ളം ചേർക്കലോ ഇല്ലാതെ തുറന്ന് പറയേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. അതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം, പ്രബോധിപ്പിക്കണം, ശാസിക്കണം. അപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? എന്താ വ്യത്യാസം? പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുവായിട്ടുള്ള ഒരു സമീപനമാണ്, അല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്, പൊതുവെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കുമാകാം, അതുപോലെ തന്നെ ചെറിയ ഒരു കൂട്ടത്തോടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടും ആകാം. പിന്നെ എന്താ അടുത്തതെന്തുവാ? ശാസിക്കണം. അത് സഭയിൽ പറ്റുമോ? സഭയിൽ ശാസിക്കാൻ പറ്റുമോ? പിന്നെ ആരും പിറ്റേ ഞായറാഴ്ച സഭായോഗത്തിൽ ഉണ്ടാവില്ല, അല്ലേ? അതല്ലേ നാട്ടു നടപ്പ്. നമ്മുടെ കാര്യമല്ല എന്ന് പറയുമ്പം ചില സഹോദരിമാർക്ക് അതിനോട് ഒബ്ജക്ഷൻ പറയാറുണ്ട്. നമ്മുടെ കാര്യമല്ലാത്തത് എന്തിനാണ് ഇവിടെ പറയണത്? നമ്മുടെ കാര്യവുമാണ് എന്ന് പറയുന്നതാണ് അതിൻ്റെ യോഗ്യമായിട്ടുള്ള കാര്യം. അപ്പം സഭയിൽ ശാസനയുണ്ട്, അല്ലേ? ശാസന എന്ന് പറയുന്നത് നമ്മൾ വേറെയും വായിക്കുന്നുണ്ട്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോഴും
എല്ലാവർക്കും ഭയമുണ്ടാകേണ്ടതിന് എല്ലാവരും കേൾക്കെ ശാസിക്കുക എന്ന് പറയുന്നത് തെറ്റിപ്പോകുന്നവരെക്കുറിച്ച്. അത് അവർ പറ്റ മാനസാന്തരപ്പെടാതെ ദൈവസന്നിധിയിൽ വരികയും മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ മൂപ്പന്മാരാണെങ്കിൽ കൂടി അവരെ പരസ്യമായി ശാസിക്കണം എന്നുള്ളൊരു കൽപ്പനയാണ്. അപ്പോൾ ഇവിടെ ശാസിക്കണം, അപ്പോൾ പ്രസംഗിക്കണം, പ്രബോധിപ്പിക്കണം, എന്നിട്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ ശാസിക്കണം, അല്ലേ? അതെങ്ങനെ ചെയ്യണം? ഈ മൂന്നും എങ്ങനെ ചെയ്യണം? പൂർണ്ണ ഗൗരവത്തോടെ ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും തർക്കമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം അത് പ്രസംഗിക്കുക മാത്രമല്ല, പ്രബോധിപ്പിക്കുക മാത്രമല്ല, ശാസിക്കുകയും കൂടി ചെയ്യണം. അത് ഏത് നിലയിൽ ചെയ്യണം? ഏറ്റവും വലിയ ഗൗരവത്തോടെ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഈ വേദവാക്യം പോലും 1-1.5 വർഷത്തിന് മുമ്പ് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കും. ഇനി എൻ്റെ ഗൗരവം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണം, സഹോദര ഇത് ഇത്ര ഗൗരവത്തിൽ പറയാനല്ല പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, പൂർണ്ണ ഗൗരവം സഹോദരൻ്റെ ഭാഷയിൽ ഇല്ല എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഗൗരവം കൂട്ടാവുന്നതാണ്. കാരണം പൂർണ്ണ ഗൗരവത്തോടെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ രാജ്യസിസ്റ്റർ പുറകിലിരുന്നത് അത് പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. ശരി, എന്താണ് ഈ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം? 11 മുതലുള്ള വാക്യങ്ങളാണ് പ്രാഥമികമായ, അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് 11 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ അതിനു മുമ്പ് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതലുള്ളതിന് ഇത് ബാധകമാണ് എന്നുള്ളത് ശരിയുമാണ്. അപ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ആരാണത് ഉദിപ്പിച്ചത്? എവിടെയാണ് ഉദിച്ചത്? എവിടെയാണത് ഉദിച്ചത്? എവിടെയാണ് ഉദിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണവും കാൽവരിയിലെ ശുശ്രൂഷയും ഉയർപ്പും എല്ലാം, സ്വർഗാരോഹണമെല്ലാം അതിൽ ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. കർത്താവ് വന്നതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പറയുന്നത്? കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലാണ് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് കർത്താവ് എവിടെയുണ്ട്? കർത്താവ് എവിടെയുണ്ട്? പരിശുദ്ധ ആത്മാവിനാൽ, തൻ്റെ ആത്മാവിനാൽ നമ്മളിൽ വസിക്കുന്നുണ്ട്. പിന്നെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് കൂടെയുണ്ട്, നമ്മളിലുണ്ട്. പിന്നെ എവിടെയുണ്ട്? സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവിൽ എന്താ ഉള്ളേ? കൃപയും സത്യവുമുണ്ട്. കൃപയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, അല്ലേ? കൃപ വേണം നമുക്ക്, പക്ഷെ സത്യം നമുക്ക് അത്രത്തോളം താല്പര്യമില്ല. കൃപ മാത്രമായിട്ട് ഒരിക്കലും വരികയില്ല, കൃപയും സത്യവും കൂടി ഒരുമിച്ചേ വരികയുള്ളൂ. അതാണ് നമുക്ക് ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കൃപയും സത്യവും ഒരുമിച്ച് വരികയുള്ളൂ. ശരി, കൃപ എവിടെയാണ്, ആരിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? കൃപ എവിടെയാണ് ഉള്ളത്? കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഉള്ളത്. കർത്താവായ യേശു ക്രിസ്തു എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളോട് കൂടെയുണ്ട്. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നുണ്ട്. അത് കർത്താവ് സർവ്വവ്യാപിയാണ് എന്നുള്ളത് കൊണ്ട് ആണ്. അപ്പോൾ പിന്നെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കർത്താവ് നൽകുന്നതായിട്ടുള്ള കൃപയ്ക്ക് ഉള്ളിലേക്ക് നാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയാവുന്നതാണ്. റോമർക്ക് എഴുതിയ ലേഖനം നാം 6-ാം അധ്യായം പഠിച്ചപ്പോൾ അവിടെ എന്താ നമ്മൾ വായിച്ചത്? 6:14 തോന്നുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളുടെ മേലെന്താ ഉള്ളത്? ന്യായപ്രമാണം അല്ല,
കൃപയാണ്, കൃപയ്ക്ക് അധീനരാണ്. വീണ്ടും ജന്മം പ്രാപിച്ചതായ ഒരു പുതിയ നിയമ വിശ്വാസി കൃപയ്ക്ക് അധീനരാണ് നാം. ആ കൃപ നമുക്ക് പലപ്പോഴും ഭയങ്കര ആവശ്യമാണ്, അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കൃപ വേണം. പക്ഷെ അതിനോട് ചേർന്ന് ആ സത്യത്തെ കൂടി സ്വീകരിക്കാനായിട്ട് നമുക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചേ പോരുകയുള്ളൂ. കാരണം അത് രണ്ടും കർത്താവിൽ ഉള്ളതാണ്. അതിലൊന്ന് വേർപെടുത്തി സത്യം മാത്രം ഇങ്ങ് പോരട്ടെ എന്നോ കൃപ മാത്രം ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ വസിക്കുന്നവരായിട്ടുള്ള നമുക്ക് നാം ആ കൃപയിലാണ്, ആ സത്യത്തിലുമാണ്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം ആ കൃപയും ആ സത്യവും ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ആണ്. ശരി, തുടർന്ന് 12-ാമത്തെ വാക്യത്തിൽ നാം ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട്. അപ്പോൾ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കണം. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ഒന്ന് പ്രത്യാശ, രണ്ട് പ്രത്യക്ഷത. പ്രത്യക്ഷതയ്ക്ക് ശേഷമാണ് നമ്മുടെ നിത്യമായിട്ടുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ നാം നോക്കിയിരിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇത് എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്? പൂർണ്ണ ഗൗരവത്തോടെ പഠിപ്പിക്കണം, പ്രസംഗിക്കണം, പ്രബോധിപ്പിക്കണം, അതുപോലെ ശാസിക്കണം. അപ്പം നമ്മൾ എന്തിനെയാണ് ഈ ലോകത്ത് ജീവിക്കുമ്പം നാം നോക്കിയിരിക്കുന്നത്? എങ്ങോട്ടാണ് നാം നോക്കിയിരിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഈ ലോകത്തിലെ പ്ലാനും പദ്ധതിയും എന്താണ്? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എന്തെങ്കിലും ചില ലക്ഷ്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യങ്ങളെങ്കിൽ അത് തിരുത്തണം, മാറ്റണം. ഗൗരവം മതിയോ? മതി എന്നാണ് പറഞ്ഞത്. ശരി, അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിയേ തീരൂ. അല്ല എങ്കിൽ ഈ കൃപയും സത്യവും ആ രക്ഷാകരമായിട്ടുള്ള ദൈവകൃപ അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ഈ ദൈവകൃപ ഉദിച്ചു, അത് ലഭിച്ചവരായിട്ടുള്ള ആളുകളുടെ രണ്ട് പ്രത്യേകതകൾ കൂടിയാണ്. എന്ത്? അവർ നോക്കിയിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും? അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രത്യാശയിലേക്കും അതുപോലെ തന്നെ ആ പ്രത്യാശയ്ക്ക് ആരംഭമായിരിക്കുന്നതായിട്ടുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കുമായിട്ടാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്ലാനും പദ്ധതികളുമൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവിൻ്റെ പ്രത്യക്ഷത എപ്പോൾ വരുമെന്ന് ഉള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും പ്ലാൻ നമുക്കുണ്ടോ? ഇല്ല. കാരണം എന്താണ്? പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുന്നതിലൊരു കാര്യമല്ല. അതിൻ്റെ സമയം എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പ്രത്യക്ഷതയെയും നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശയെയും നോക്കി അതിനുള്ള ഒരുക്കത്തോടു കൂടിയാണോ നാം ഓരോ നിമിഷവും ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ജീവിതമാണ് ദൈവകൃപ പ്രാപിച്ചതായ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത്, അത് പ്രാപിച്ചതായിട്ടുള്ള മനുഷ്യരുടെ ലക്ഷണം എന്ന് പറയുന്നത്, ദൈവമക്കളുടെ ലക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെയുള്ള ജീവിതം ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കുന്ന ജീവിതമല്ലേ? നമുക്ക് നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച്, നാളത്തെ രീതിയെക്കുറിച്ച്, നാളെ നമ്മൾ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, 1, 2, 3, 5, 8, 10 വർഷങ്ങൾ, മക്കളുടെ ഭാവി എന്ന് തുടങ്ങി ഈ ലോകത്തിലുള്ളതായിട്ടുള്ള നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെയല്ലേ ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ അവരും നമ്മളുമായിട്ട് ഈ രക്ഷാകരമായ ദൈവകൃപ അനുഭവിച്ചതിൻ്റെതായിട്ടുള്ള വ്യത്യാസം എവിടെയാണുള്ളത്? അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശയ്ക്കായിട്ട് നാം നോക്കിയിരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അവൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നാം നോക്കിയിരിക്കുന്നു എന്നുള്ളതിലും ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ ആകെ നമുക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളെ ശരിക്കും ഉടച്ചു വാർക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഈ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത് അത് നമ്മളുടെ ജീവിത അനുഭവമായിട്ട് നമുക്ക് തീരേണ്ടത് ആവശ്യമാണ്. ശരി, വീണ്ടും 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാത്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്.
സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അത് വേറെ ഒരു ദൈവകൃപയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. എന്നാൽ അവിടെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിലെ രണ്ട് കാര്യങ്ങളാണ്. എന്ത്? ഒന്ന് ഭക്തികേട്, രണ്ട് പ്രപഞ്ചമോഹനങ്ങൾ. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്ത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അവിടെയും ഒരു ഭക്തിയോടും കൂടി ജീവിച്ചു പോരണം. ഭക്തികേട് വർജിക്കണം, ഭക്തിയോടുകൂടെ ജീവിച്ചു പോരണം, അല്ലേ? അവിടെ രണ്ടിടത്ത് ഈ ഭക്തി എന്ന് പറയുന്നതായിട്ടുള്ള കാര്യത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മൈക്കെടുത്ത് പറയണം പറയുന്നവർ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിലൊരു ഡെഫിനേഷൻ ഉണ്ട്, അല്ലേ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിലൊരു ഡെഫിനേഷൻ ഉണ്ട്, ഒരു നിർവചനമുണ്ട്. ദൈവത്തോടുള്ള ഭയം അല്ല, അല്ല, അല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ ഭക്തിയുടെ ഭാഗങ്ങളാണ്. എന്നാൽ വിശ്വാസത്തിനൊരു നിർവചനമുള്ളതുപോലെ തന്നെ ഭക്തിക്കും വചനത്തിലൊരു നിർവചനമുണ്ട്. ആരും വന്നില്ലല്ലോ വാക്യത്തിലേക്ക്. ബാബു സഹോദരൻ പറഞ്ഞു. എല്ലാവരുടെയും മാർക്ക് ബാബു സഹോദരന്. 1-ാം അധ്യായം, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ഭക്തിക്ക് ഡെഫിനീഷനായോ? ആയോ? നിർവചനമായോ? നിർവചനമായി. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്നതും. ശരിയല്ലേ? അപ്പോൾ ഭക്തികേട് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടുമില്ലാത്തത്, അല്ലേ? ഭക്തികേട് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തിയില്ലാത്തത്. ഭക്തി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്നതും. അപ്പോൾ ഭക്തികേട് എന്ന് പറഞ്ഞാൽ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണാത്തതും ലോകത്താലുള്ള കളങ്കം പറ്റുന്ന വിധം ജീവിക്കുന്നതും. അതാണ് ഭക്തികേട്. അത് മാറ്റിയിട്ട് ഭക്തിയോടുകൂടി ജീവിച്ചു പോരണമെന്നാണ് നമ്മൾ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചത്. അപ്പോൾ ഭക്തിയോട് മാറ്റണം, ഭക്തിയോടുകൂടെ ജീവിച്ചു പോരണം. അപ്പോൾ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുക, എവിടെയെങ്കിലും അങ്ങനെ നിർധനരായ ആളുകളുണ്ടെങ്കിൽ അവരെ പോയി കണ്ടേച്ച് പോരണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശരി, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? ഈ ദൈവകൃപ ഉദിച്ചത് എന്തിനാണ്? ഈ ഭക്തിയേട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭക്തിയേട് നമ്മളിൽ എല്ലാവരിലും ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ടോ? എല്ലാവരിലും ഉണ്ട്. അത് വർജിക്കണം, ഭക്തിയേട് വർജിക്കണം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കണം. അതുമാത്രം മതിയോ? ശരി, ഞാൻ വളരെ വിശുദ്ധനായി അടങ്ങി ഒതുങ്ങി ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഞാൻ എൻ്റെ ഭവനത്തിൽ അങ്ങനെ അങ്ങോട്ട് താമസിച്ചോളാം, മതിയോ? പോരാ. ഭക്തി, ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മാത്രമല്ല, ആ വ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് നമ്മളുടെ പ്രവർത്തന തലത്തിലേക്കും പ്രവർത്തന മണ്ഡലത്തിലേക്കും വരുന്നതായിട്ടുള്ള ഒരു വ്യത്യാസം കൂടിയാണ്.
നമ്മൾ ഭക്തിയെ അളക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഭക്തിയെ സാധാരണ അളക്കുക? ബൈബിള് കൃത്യമായിട്ട് വായിക്കുക, സഭായോഗങ്ങളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക, സഭായോഗങ്ങളിൽ സ്തോത്രം ചെയ്യുക, പാട്ടുപാടുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരാളുടെ ഭക്തിയെ വിലയിരുത്തുന്നത്, അല്ലേ? പിന്നെ നമ്മളങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ സൗമ്യമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ ആരെന്ന് പറയും? ഒരു നല്ല ഭക്തനാണെന്ന് പറയും, അല്ലെ ഭക്തയാണെന്ന് പറയും. പക്ഷെ വചനപ്രകാരം അങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. വചനപ്രകാരം ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പറയുന്നത് ആരാണ്? തൻ്റെ ജീവിതത്തെ സൂക്ഷിക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യത്തിലുള്ള ആളുകളെ സഹായിക്കുന്ന, അവരെ കരുതുന്ന ആളുകളാണ് ദൈവം മുമ്പാകെ ഭക്തരായിട്ടുള്ള ആളുകൾ. അതിനെക്കുറിച്ച് വചനത്തിൽ ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവമക്കളെക്കുറിച്ചും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17 നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ, നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഒരു വിശേഷണമാണ് ഇവിടെ മോശ കൊടുക്കുന്നത്. എന്താണ് ദൈവത്തെക്കുറിച്ച് കൊടുക്കുന്ന വിശേഷണം? യഹോവ ദൈവാദി ദൈവവും കർത്താദി കർത്താവും വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമാണ്, അല്ലേ? ദൈവത്തെ ഏറ്റവും ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ആ ദൈവത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താ? ആ ദൈവത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താ? അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു. അപ്പോൾ എത്ര വലിയവനായില്ല. നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തു, അല്ലേ? ദൈവം വലിയവനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദൈവം ഉന്നതനാണ്, രാജാതി രാജാവാണ്, കർത്താവ് കർത്താവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ദൈവം എന്താ ചെയ്തത്? അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുത്തു, പരദേശിക്ക് അന്നവും വസ്ത്രവും ഒക്കെ കൊടുത്തു. അപ്പോൾ ആ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മളോടുള്ള നിർദ്ദേശം എന്താണ്? അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ, നിങ്ങളും മിസ്രയീം ദേശത്തെ പരദേശികളായിരുന്നുവല്ലോ. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രദേശം, അവരുടെ മിസ്രയീമിലെ അടിമത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നാമും അടിമകളായിരുന്നു, അല്ലേ? ആരുടെ അടിമകളായിരുന്നു? പാപത്തിൻ്റെ അടിമകളായിരുന്നു, പിശാചിൻ്റെ അടിമകളായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ അടിമത്തത്തിൽ നിന്നും ആണ് ദൈവം നമ്മെ രക്ഷിച്ചത്. അതുകൊണ്ട് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? അനാഥരും വിധവുമാരുമായ, അതായത് അനാഥര വിധവുമാർ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത, അല്ലേ? ഇങ്ങോട്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രം ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, അങ്ങനെയുള്ളവരെ മാത്രം കരുതുന്ന ഒരു ലോകമാണ്. ദൈവത്തിന് അനാഥരെ കൊണ്ടും വിധവമാരെ കൊണ്ടും പരദേശിയെ കൊണ്ടും വല്ല കാര്യമുണ്ടോ? നമ്മുടെ സാമാന്യ ഭാഷയിൽ പറഞ്ഞാലുണ്ടോ? ഉണ്ടോ? അനാഥന് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? പരദേശിക്ക്, ദരിദ്രന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 10 പൈസ സ്തോത്രകാഴ്ച ഇടാൻ പോലും അവൻ്റെ കയ്യിലില്ല. പക്ഷെ ദൈവം എന്താ ചെയ്യുന്നേ? അവരെയാണ് നോക്കുന്നത്. ദൈവം എത്ര ഉന്നതനാണ്, പക്ഷെ ഏറ്റവും ആർക്കും വേണ്ടാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുക. പ്രിയമുള്ളവരെ, സത്യമാണോ? ദൈവഭക്തിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ചില സഹോദരങ്ങളോടൊക്കെ ചില ആലോചനകൾ ഇതിനു മുമ്പ് പങ്കുവച്ചിരുന്നു. ഇത് ദൈവമക്കൾക്കുള്ളതായുള്ളൊരു നിയോഗമാണ്. അത് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല, അനുവാദവുമില്ല. ഈ ലോകത്തിൽ ആർക്കും വേണ്ടാത്തവരെ ദൈവം കരുതുന്നത് എങ്ങനെയാണ് ദൈവം കരുതുന്നത്? ഇവിടെ ആവർത്തന പുസ്തകത്തിൽ ഞാൻ ഭയങ്കരനും വല്ലവനും ഒക്കെയാണ് ദൈവം, അവൻ മുഖവും നോക്കുന്നില്ല, പ്രതിഫലവും വാങ്ങുന്നില്ല, അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. ആരിലൂടെയാണ് ദൈവം അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നത്?
ആരിലൂടെയാണ് പരദേശികൾക്ക് അന്നവും വസ്ത്രവും കൊടുക്കുന്നത്? ഒരു ദിവസം രാവിലെ സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് മരുഭൂമിയിൽ അങ്ങനെ ഒരു ക്രമീകരണം ഇസ്രായേൽ ജനത്തിന് ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവം ഈ പരിപാടികളൊക്കെ നടപ്പാക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളിലൂടെയാണ്, അല്ലേ? അങ്ങനെയാണോ? ഇവിടെ 19ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചേ? ആകയാൽ നിങ്ങൾ പരദേശികളെ സ്നേഹിപ്പിൻ. ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിപ്പിൻ. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും അത് മനുഷ്യനിലൂടെയാണ് ഈ ലോകത്തിലെ ആർക്കും വേണ്ടാത്ത, ആരും പരിഗണിക്കാത്ത, എല്ലാവരാലും വെറുക്കപ്പെട്ടും തഴയപ്പെട്ടും ജീവിക്കുന്നതായിട്ടുള്ള ആളുകളോട് കാണിക്കേണ്ടത്. ദൈവം ആരിലൂടെ കാണിക്കേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്നത് ആരിലൂടെ കാണിക്കണമെന്നാണ്? തൻ്റെ മക്കളായിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിലൂടെയാണ് ആ ഒരു കാര്യം ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാട്ടുമല്ല, നിങ്ങളുടെ സ്തോത്രവുമല്ല, നിങ്ങളുടെ സഭായോഗങ്ങളുമല്ല. ഇതൊക്കെ ഭക്തിയുടെ ചില വശങ്ങളും ഭാഗങ്ങളും മാത്രമാണ്. പക്ഷേ ഇതെല്ലാം ആത്യന്തികമായിട്ട് എങ്ങോട്ട് ചെല്ലണം? സ്വന്തം ജീവിതത്തിലെ വിശുദ്ധീകരണത്തിലേക്കും അതുപോലെ മറ്റാർക്കും വേണ്ടാത്തവരെ കരുതുന്നതിലേക്കും ചെല്ലണം എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. ഇത് ഈ ഭക്തിയേട് മാറ്റണം എന്നുള്ളത് ഏത് ഗൗരവത്തിലാണ് പഠിപ്പിക്കണ്ടേ? പൂർണ്ണ ഗൗരവത്തോടെ അത് പഠിപ്പിക്കണം. ഗൗരവം മതിയോ രാജ സിസ്റ്ററെ? മതി, ഓക്കെ. രാജ സിസ്റ്റർ ആകെ കുടുങ്ങി. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലേ? നമുക്കെല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. പല നിലകളിൽ നമുക്കെല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ചില ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ള സാധ്യതകളൊക്കെ ദൈവം ഒരുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ അനാഥരായും ആർക്കും വേണ്ടാത്തവരായി, ആരും നോക്കാനില്ലാത്തവരെയും എല്ലാവരാലും തള്ളിക്കളയപ്പെട്ടതുമായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ളൊരു സംവിധാനം നമുക്ക് നമ്മുടെ സഭയുടെ ഒരു ശുശ്രൂഷയായിട്ട് കൽപ്പനയിൽ വേണോ? നമുക്കെല്ലാവർക്കും അനേകരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു വലിയ വാതിൽ നമുക്കതുവഴി തുറന്നു കിട്ടും. നമ്മുടെ അടുത്ത് ഒരു നേഴ്സിംഗ് കോളേജും ഒരു ആശുപത്രിയും കൂടെ വരുന്നുണ്ട്. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ? അത് ശ്രദ്ധിച്ചു അല്ലേ? നല്ലൊരു ബോർഡൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് യുവജനങ്ങളുടെ ഇടയിലും പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഉണ്ട്. അതിനുള്ളൊരു സാധ്യതയും ദൈവം നമ്മുടെ സമീപത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത് ദൈവം ഒരുക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള കൽപ്പനയിലെ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് ഈ കർത്താവ് അനുവദിച്ചിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമുക്കൊരു വലിയ ഒരു ശുശ്രൂഷ ആ നിലയിലും ചെയ്യുവാനായിട്ടുണ്ട്. ഇതിനൊക്കെ എന്ത് വേണം? സമർപ്പണമുള്ള ആളുകൾ വേണം. സമർപ്പണമുള്ള ആളുകൾ ഉള്ളപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും, അതിൻ്റെ സാമ്പത്തികവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമർപ്പണമുള്ള ആളുകളിലൂടെ ഇതെല്ലാം ലഭിക്കും. അപ്പോൾ സമർപ്പണമുള്ള ആളുകൾ നമുക്ക് വേണം എന്നുള്ളതാണ് അതിൻ്റെ പിന്നാമ്പുറം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിയോട് വർജിക്കണം. സന്ദർഭവശാൽ അത് പറഞ്ഞു എന്ന് മാത്രം. ഭക്തിയോട് വർജിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ ലോകത്താലുള്ള കളങ്കം പറ്റിയൊക്കെ ജീവിക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മളങ്ങനെ വീണ് കിടന്ന് അയ്യോ ഞാൻ വീണുപോയേ എന്ന് എപ്പോഴും നിലവിളിക്കുന്ന ആളുകളായിട്ടല്ല. ഇന്നൊരു സഹോദരി പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഞങ്ങളെ ദൈനംദിനം സഹായിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. നമ്മളങ്ങനെ അങ്ങനെ ഒരു പരിതാപാവസ്ഥയിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരവസ്ഥയിലല്ല, ധൈര്യത്തോടെ വിശ്വാസ ജീവിതത്തിൽ വളരുന്നവരായിട്ട് നാം തീരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അധർമ്മത്തിൽ നിന്ന്
ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏതാണ് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നത്? ഇവിടെ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറഞ്ഞു. ഏതാണത്? കൃപ അല്ലേ? സകലർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. എന്നിട്ട് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ദൈവകൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന ഒരു യാഥാർത്ഥ്യം ഹൃദയപൂർവ്വമാണ് എങ്കിൽ അതിനോട് ചേർന്ന് വരുന്നതായിട്ടുള്ള കാര്യം എന്താ? ശിക്ഷ. അതുകൊണ്ടാണ് ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവകൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള അച്ചടക്ക നടപടിക്ക് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? എല്ലാവരും കർത്താവെ കൃപ നൽകണം, സഹായിക്കണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ അത് നാം അർത്ഥമാക്കിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിനോട് ചേർന്ന് നമുക്ക് വരുന്നതായിട്ടുള്ള കാര്യമാണ് കർത്താവ് നമ്മളെ അടിച്ച് ശരിയാക്കുന്നു. അടിക്കാതെ ശരിയാവില്ല. അടിച്ചാലും ശരിയാവാത്തവരുണ്ടല്ലേ? നമ്മളെ മനോഭാവം പലപ്പോഴും എങ്ങനെയാ? എന്നെ തല്ലണ്ട, ഞാൻ ശരിയാവില്ല. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ചിരിക്കേണ്ട, ഗൗരവമാണ് ഇത്. ഗൗരവമുള്ള ക്ലാസ്സല്ല, ആരും ചിരിക്കാൻ ആവശ്യമില്ല. ഗൗരവത്തോടെ പറയുമ്പോൾ ശാസിക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? നമ്മുടെ മനോഭാവം ഉള്ളിൽ ഒരു ഭയമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ എന്നെ അടിക്കേണ്ട, ഞാൻ നന്നാവില്ല എന്നുള്ളതല്ല. കർത്താവെ, എന്നെ അടിക്കുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുമ്പാകെ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിനാണ് അടിമേടിക്കുന്നത്? എൻ്റെ ഈ ഭക്തികേടൊക്കെ മാറണം. എനിക്ക് ഈ ലോകത്തിൽ കുറേ മോഹങ്ങളുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് കുറച്ച് നല്ല, ഈ ലോകത്തിലെ ഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല കാഴ്ചപ്പാടുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അടി തന്നെ അതിന് വേണം അല്ലേ? അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണെന്നാ പറഞ്ഞേ? കൗലിടയന്മാരത്രേ. അപ്പോൾ അപ്പനാണ്, നാം പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ അടിയുറപ്പാണ്. അടിയിലൂടെ മാത്രമാണ് ദൈവിക പരിപാടി. അതുകൊണ്ടാണ് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം സകല കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് തരുന്നതിലെ എല്ലാ അടിയിലും ഞാൻ പ്രശംസിക്കുന്നു, സന്തോഷിക്കുന്നു. നമ്മളുടെ മനോഭാവം എന്താ പ്രിയമുള്ളവരെ? കർത്താവ് എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷയിലൂടെയും കടത്തി വിടുമ്പോഴേക്കും നമ്മൾ അയ്യോ എനിക്കിതൊന്നും വേണ്ട, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് എന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള നിലയിൽ നാം പലപ്പോഴും അങ്ങനെയാണ് നമ്മളുടെ പരിപാടി അല്ലേ? കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ അത്, കാരണം അത് ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ഒരു കുറ്റമൊന്നുമല്ല. കുറ്റമാണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നമ്മളങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലുള്ള എല്ലാ മതങ്ങളും, ഒരുപക്ഷെ എല്ലാ സഭകളും, ക്രിസ്തീയ സഭാവിഭാഗങ്ങളും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നത് നമ്മളെ എല്ലാ കഷ്ടങ്ങളും മാറുന്നതിന് വേണ്ടിയാണ് എന്നാണ്. അല്ല, നാം കർത്താവിൻ്റെ അടുക്കിലേക്ക്, ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത്, കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ അടിച്ചൊരു പദമാക്കി നമ്മയൊക്കെ വിശുദ്ധീകരിച്ച് എല്ലാ ഭക്തികളും മാറ്റി, പ്രപഞ്ചബോധങ്ങളും മാറ്റി, അത് മാറ്റിയിട്ട് എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? സുബോധം വേണം, നീതി വേണം, ദൈവഭക്തി വേണം. പ്രപഞ്ചമോഹങ്ങൾ കളയണം, ഭക്തിയേട് കളയണം, എന്നിട്ട് വേണം നീതി വേണം, സുബോധം വേണം, ഭക്തിയോടെ വേണം. അപ്പം ഇത് നമ്മളിൽ ഉളവാകുന്നത് ദൈവം തൻ്റെ കൃപയാൽ, താൻ നമുക്ക് നൽകുന്നതായിട്ടുള്ള കൃപയാൽ ഒരു ശിക്ഷണ നടപടിയിലൂടെയാണ്. അതിന് ശിക്ഷണം എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ശിക്ഷണ നടപടിയിലൂടെയാണ് അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആ ശിക്ഷണ നടപടി ദൈവം എങ്ങനെയാണ് എടുക്കുന്നത്? ആദ്യം സഭയിൽ പ്രസംഗിക്കും, പിന്നെ പ്രബോധിപ്പിക്കും, പിന്നെ ശാസിക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? അല്ലേ സഹോദരാ? അത് കഴിഞ്ഞിട്ടാണ് ശിക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് ശിക്ഷ മേടിച്ച് തന്നാവണോ, അതെയോ പ്രസംഗം കേട്ടിട്ട് അല്ല
പ്രബോധനം കേട്ടിട്ട് അല്ല, ശാസന എങ്കിലും കേട്ടിട്ട് നന്നാവണോ? പ്രസംഗം കേട്ടിട്ട്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം. നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അത് കേട്ട് അത് നമ്മുടെ വിശ്വാസമായി പരിണമിച്ച് നാം ദൈവസന്നിധിയിൽ ഭക്തിയോടെ, സുബോധത്തോടെ, നീതിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. അവിടെ സുബോധം എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും യഥാർത്ഥത്തിൽ സുബോധമില്ലാത്തവരുടെ ലക്ഷണമാണ്. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള ബോധം, നല്ല ബോധം, സുബോധം പ്രാപിച്ചാൽ ഒരിക്കലും ഈ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും അവനിൽ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ലോക സ്നേഹം അല്ലെങ്കിൽ പ്രപഞ്ചമോഹങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായി എല്ലാവരിലും ഉളവാകുന്ന അല്ലെങ്കിൽ ഉള്ളതായ കാര്യമാണ്. അതിനെക്കുറിച്ച് ഈ കണക്കിൽ ഈ ബ്രാക്കറ്റിന് പുറത്ത് ചില കാര്യങ്ങളുണ്ട്. ബ്രാക്കറ്റിന് പുറത്തൊരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ ആ കാര്യം ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണെന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചമോഹം എന്ന് പറയുന്നത് ക്രിസ്തീയ മാർഗത്തിൽ നിന്നും എടുത്ത്, അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിൻ്റെ തടസ്സങ്ങളിൽ നിന്നും എടുത്ത് കളഞ്ഞിട്ട് പ്രപഞ്ചമോഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രപഞ്ചമോഹങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രപഞ്ചമോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ക്രിസ്തീയ ലോകമാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നാം പഠിപ്പിക്കുന്നത് പോലെ ഇത്ര ശക്തമായി ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സഭകൾ ഉണ്ട് എന്നെനിക്കറിയാം. പക്ഷേ അത് കുറവാണ്. കാരണം ഇത് കേട്ടിരിക്കാൻ സുഖമില്ല. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കങ്ങനെ വലിയ സന്തോഷം വരാൻ സാധ്യതയില്ല. ഒരു നാനാവിധമായിട്ടുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കുന്ന നമ്മൾ സഭയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയും പിന്നെ അടിയും ശിക്ഷയും ഇങ്ങനെയൊക്കെ കഷ്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാനായിട്ട് ആർക്കും സുഖമില്ല. അങ്ങനെയുള്ള സഭകളിൽ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സഭയിൽ വന്ന ചിലരൊക്കെ വിട്ടേച്ച് പോയതിൻ്റെ ഒരു കാര്യം അതുതന്നെയാണ്. അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള, അവർക്ക് അവരുടെ ചെവിക്ക് സന്തോഷം നൽകുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ഇഷ്ടംപോലെ സഭകൾ നമ്മൾ ഈ പരിസരത്ത് നിന്ന് അങ്ങ് പോയാൽ ധാരാളമുണ്ട്. അവിടെയൊക്കെ അവർക്ക് പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്ക് വചനത്തോട് വെള്ളം ചേർക്കാതെ പൂർണ്ണ ഗൗരവത്തോടെ തന്നെ പഠിപ്പിക്കാനായിട്ട് ഉള്ളത് ഇത് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും അവിടെയൊക്കെ നമ്മളൊക്കെ അതിജീവിക്കാനും അത് സഹിക്കാനും വേണ്ടുന്നതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ശക്തി തന്നുകൊണ്ട് ദൈവാത്മാവ് എന്നിൽ ബലത്തോടെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടം എത്രത്തോളം ഉണ്ടോ അതിന് മുഴുവൻ വേണ്ടുന്നതായിട്ടുള്ള ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ എന്തിലൂടെ കടന്നു പോയാലും അത് മരണമാണെങ്കിൽ കൂടിയും അത് എന്താണെങ്കിൽ കൂടിയും അതൊരു നഷ്ടമേ അല്ല, അതൊരു ബുദ്ധിമുട്ടല്ല, അതൊരു കഷ്ടവുമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവ ഇടയന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ മൂപ്പന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവർ നിങ്ങളുടെ ആത്മാക്കൾക്കായി ജാഗരിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ജാഗരിക്കുന്നു എന്നാണോ? അല്ല, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കണം. ഈ ലോകത്തിൽ ഈ സഭയിലെ അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അനേക കഷ്ടങ്ങളിലൂടെ ഈ ലോകത്തിൽ കടന്നു പോകേണ്ടി വന്നാലും അതിന് പരിഹാരമുണ്ടാക്കാനൊന്നും ഒരു ശുശ്രൂഷകനെ കൊണ്ടും സാധിക്കുകയില്ല. നമുക്ക് ക്രിസ്തീയ സ്നേഹത്തിൽ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നപോലെ നാം ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നാം ഒരുമിച്ച് അനുഭവിക്കുന്നു, നമ്മളുടെ സന്തോഷം നാം ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം കഷ്ടങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ നമ്മൾ പരിഹരിക്കാൻ നോക്കിയാൽ നടക്കുമോ? നടക്കില്ല. ദൈവം നടത്തുന്നതായ, നാം ദൈവിക പരിപാടിയിൽ ഉള്ളതായിട്ടുള്ള ആളുകളാണെങ്കിൽ ദൈവം നടത്തുന്നതായുള്ള വഴികളിലൂടെ നാം കടന്നു പോകുന്നത് അത് നമ്മളുടെ നന്മയ്ക്കാണ്, നമ്മളുടെ ശുദ്ധീകരണത്തിനാണ്, നമ്മളുടെ ആത്മാക്കളുടെ ജാഗരണത്തിന് വേണ്ടിയാണ്. ശരിയല്ലേ? ആണോ? എന്തെങ്കിലും വിരുദ്ധാഭിപ്രായമുണ്ടോ? ഇല്ല, എൻ്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുക. പ്രിയമുള്ളവരെ, നാം ആരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പ്രശ്നങ്ങൾ, സഭയായി ഒരു ശരീരത്തിൻ്റെ അവയവമായി നാം നിൽക്കുമ്പോൾ ഓരോ അവയവത്തിൻ്റെയും പ്രശ്നങ്ങൾ എല്ലാ അവയവത്തിൻ്റെയും പ്രശ്നങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അതെല്ലാവരും ഒരുമിച്ച് പരിഹരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിക്കുന്നതായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് എൻ്റെ ഒരു ഭൗതിക ആവശ്യമാണ്, അല്ലേ? എനിക്ക് ആരോഗ്യം വേണം, എൻ്റെ വിശപ്പ്, അല്ലാതെ എൻ്റെ ഒരു ഭൗതികമായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ പ്രാഥമികമായിട്ട്, എന്നാൽ അത് ഭൗതിക ആവശ്യമാണോ എന്ന് കൂടുതൽ നാം ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ അല്ല എന്ന് പറയാം. കാരണം എൻ്റെ ശരീരം എന്താണ്? ദൈവത്തിൻ്റെ ആലയമാണ്, മന്ദിരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അത് ഭൗതികമാണോ? അത് ആത്മീയമാണ്. എങ്കിലും എൻ്റെ ഭക്ഷണം എൻ്റെ ഭൗതിക ആവശ്യമാണ് എന്ന് പറയാം, പക്ഷേ എൻ്റെ സഹോദരൻ്റെ ഭക്ഷണം എൻ്റെ ആത്മീക ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എൻ്റെ ആത്മീക വിഷയമാണ്, എന്നാൽ എൻ്റെ പ്രശ്നം എൻ്റെ ഭൗതിക വിഷയമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സഭയിൽ 50 അംഗങ്ങളുണ്ട് എന്ന് വിചാരിക്കട്ടെ. അതിൽ ഒരംഗത്തിൻ്റെ വിശപ്പ് ആ അംഗത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ ബാക്കി 49 അംഗത്തിൻ്റെയും വിശപ്പ് അത് ആ ഒരാളുടെ ആത്മീകമായ വിഷയമാണ്. ആ കാഴ്ചപ്പാട് നമുക്കുണ്ടോ? അതെന്തുകൊണ്ടാണ് ആത്മീയമായിട്ടുള്ള വിഷയമാകുന്നത്? അനാഥരെയും വിധവമാരെയും, അതായത് പ്രയാസത്തിലുള്ളവരെ നോക്കുകയും കാണുകയും പരീക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ടാണ്. ശരി, എന്നിട്ട് വീണ്ടും പറയുക, എന്താണ്? പൂർണ്ണ ഗൗരവത്തോടെ പ്രബോധിപ്പിക്കേണ്ട, ശാസിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്താണ്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് അപ്പോൾ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉദിച്ചു. ഇനി ആ കർത്താവായ യേശുക്രിസ്തു സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് എന്തിനാണ് എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. എന്തിനാണ്? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ കൊടുത്തത്? ഈ രക്ഷാകരമായ ദൈവകൃപ പിതാവ് പുത്രൻ മുഖാന്തരം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മെ എല്ലാ അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തികൾ വല്ലപ്പോഴുമൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാനാണോ? ആണോ? അവിടെ ഒരു വാക്കുണ്ട്, എന്താണ്? ശുഷ്കാന്തി. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ തൻ്റെ ജനം, സ്വന്തം ജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം, വേർതിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവർ സൽപ്രവൃത്തികളിൽ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നവരാണോ? അല്ല, അല്ലേ? അങ്ങനെയൊന്നുമല്ല. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനം. അപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ് എങ്കിൽ അവരിൽ എന്തുണ്ടായിരിക്കണം? സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണമെന്നല്ല, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കണം. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഇതേ കാര്യമാണ് വായിക്കുന്നത്, അല്ലേ? രക്ഷയെ സംബന്ധിക്കുന്ന എല്ലാവരും എടുത്തു പറയുന്നതായിട്ടുള്ള വാക്യമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. 10-ാം വാക്യം എന്താ? മുന്നറിയിക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ജനമാണ് നാം എന്ന് അവകാശപ്പെടുന്നത്. നാം 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ ഏറ്റുപറഞ്ഞു പോയി മുങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ ജനമാണെന്ന് പറയാനായിട്ട് യാതൊരു അവകാശവും നമുക്കില്ല. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ചുള്ള
തെളിവെന്താ പറയുന്നേ? ആത്മാവ് നടത്തുന്നവരൊക്കെയും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇവിടെ എന്താ പറയുന്നേ? സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ആളുകളൊക്കെയും സ്വന്തം ജനമാകുന്നു. അത് വീണ്ടെടുക്കപ്പെട്ടവർ കേട്ടോ. വീണ്ടെടുക്കപ്പെട്ട ആളുകൾ, സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ആളുകൾ സ്വന്തം ജനമാകുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു ശുഷ്കാന്തി ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവിക പരിപാടിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ അതിൻ്റെ അതിരുകളിലൂടെയൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിരുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയോ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ വേദഭാവമൊക്കെ നമുക്ക് അത്യാവശ്യം കാണാപ്പാടെ അറിയാവുന്ന വാക്യങ്ങളല്ലേ അല്ലേ? ഒന്ന് തുടങ്ങി തന്നാൽ നിങ്ങളിൽ പലരും, ഞാൻ വിചാരിക്കുന്നു, അത് പൂർത്തിയാക്കാൻ മാത്രമുള്ള ഓർമ്മയും ബുദ്ധിയൊക്കെ മിക്കവാറും പലർക്കുമുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ഇത് നമ്മൾ വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. നമ്മളുടെ കാഴ്ചപ്പാടുകളായിട്ട് ഇത് മാറിയിട്ടില്ല. നമ്മുടെ ആത്മാവിൽ നാം ഇത് ഉൾക്കൊണ്ടിട്ടില്ല. സൽപ്രവൃത്തികളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ വേറെ വല്ലവരും ചെയ്തോട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. കാരണം എന്താ? സൽപ്രവൃത്തികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ സമയം അതിനു വേണ്ടി കണ്ടെത്തണം, നമുക്കതിനുള്ള ആരോഗ്യം വേണം, അതുപോലെ തന്നെ എന്ത് വേണം? അതിന് പണച്ചെലവുണ്ട്. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഈ അനാഥരെയും വിധവമാരെയും ഒക്കെ ശുശ്രൂഷിക്കുന്നതിനും കാണുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഒക്കെ വേണം. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച വരാം, ആരാധനായോഗത്തിൽ പങ്കെടുക്കാം, അല്ലേ? പിന്നെ എന്താണ്? വേണമെങ്കിലും സ്തോത്രം ചെയ്യാം, വചനമൊക്കെ കേൾക്കാനായിട്ടിരുന്ന് തരാം. അതാണ് ക്രിസ്ത്യ ജീവിതം. ആണോ? അങ്ങനെ ഒരു പരിപാടി ബൈബിളിലില്ല. ഇത് പഠിപ്പിക്കുന്ന സഭകൾ വളരെ കുറവാണ്. നമുക്ക് മാറണ്ടേ? മാറണം. ആരാ പറഞ്ഞ മാറണം? അജി സിസ്റ്റർ പറഞ്ഞ മാറണം. നമുക്ക് മാറണം. നമ്മൾ കേവല വിശ്വാസികൾ, അതായത് കുറച്ച് 4, 5, 6 പാട്ടൊരു മ്യൂസിക്കും വെച്ച് പാടി ഒരു ഉന്മാദാവസ്ഥയിൽ എത്തിയതിന് ശേഷം ഞാൻ ആരാധിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് വീട്ടിൽ പോകുന്ന ഒരാളുകളല്ല. അങ്ങനെ ആയിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പരിപാടി പുതിയ നിയമസഭയിൽ ഇല്ല തന്നെ. ബൈബിളിൽ അങ്ങനെയൊന്നും കാണാൻ പോലും ഇല്ല. അതൊക്കെ വളരെ വ്യർത്ഥവും വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു വിശ്വാസ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതൊക്കെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. വചനത്തിൽ അതിനുള്ള യാതൊരുവിധ പിൻബലവും ഒരല്പം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അല്പം പോലും പിൻബലമില്ലാത്ത അത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നു. എന്നാൽ ഇതൊക്കെ പഠിപ്പിക്കുന്ന നമ്മളുടെ അടുക്കിലേക്ക് ആളുകൾക്ക് വരാൻ യാതൊരു താല്പര്യവുമില്ല. കാരണം സത്യത്തിന് പിന്നാലെ എന്നും വളരെ ന്യൂനപക്ഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നും അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു അല്ലേ? ശേഷിപ്പ് മാത്രം. അത് കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു, 10% ഉണ്ടെങ്കിൽ പോലും അവിടെയും നശിപ്പിച്ചിട്ട് പിന്നെ അവസാനം ഒരു കുറ്റി പോലെ മാത്രം ശേഷിക്കും. ഒരു കുറ്റി പോലെ. നാം ആ കുറ്റിയിൽ ഭാഗഭാക്കാണോ? നാം ആ കുറ്റിയിൽ പങ്കാണോ? പങ്കാളിത്തമുണ്ടോ? അപ്പോൾ ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള, ഇത് ക്രിസ്ത്യാനികൾക്കാണ് അല്ലേ? വിശ്വാസിക്ക് എഴുതുന്നതാണ്, തീത്തോസിന് എഴുതുകയാണ്. തീത്തോസ് ഒരു സഹശുശ്രൂഷകനാണ്. സഹശുശ്രൂഷകനോട് പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സഭകളിൽ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വളരെ കണിശമായി പഠിപ്പിക്കണം. പൗലോസ് അപ്പോസ്തലൻ അതിന് വീട് തോറും, അല്ലേ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വീട് തോറും ഇത് പഠിപ്പിക്കുമായിരുന്നു. നമ്മൾ സാധാരണ ഭവന സന്ദർശനം എങ്ങനെയാണ്? നമ്മുടെ ഭവന സന്ദർശനം എങ്ങനെയാണ്? നമ്മൾ വീട്ടിൽ പോകും, ഇരിക്കും, കുറച്ച് രാഷ്ട്രീയം പറയും, കുറച്ച് കുടുംബകാര്യങ്ങൾ പറയും, കുറച്ച് കൃഷികാര്യങ്ങൾ പറയും, പിന്നെ ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ചങ്ങ് പിരിയും, അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ? ഇന്ന് ലോകത്ത് അങ്ങനെയാണല്ലേ? ഭവന സന്ദർശനം എന്ന് പറഞ്ഞാൽ അതാണ്. പ്രിയമുള്ളവരെ, ഭവന സന്ദർശനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അത് ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിലെ ആത്മീക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതിന് വ്യക്തിപരമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ്.
അതല്ലാതെ സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭവന സന്ദർശനം യാതൊരു പ്രയോജനവുമില്ലാത്തതാണ്. ഞാനിതൊരിക്കൽ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. സൗഹൃദം നിലനിർത്താൻ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകും. പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുമില്ല, സംസാരിക്കാനുമില്ല. നമ്മൾ ചായ കുടിച്ച് പിരിയാനായിട്ടുള്ള അങ്ങനത്തെ സൗഹൃദ സന്ദർശനങ്ങളൊന്നും ആത്മീയമല്ല. ഒരു സഭയിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള സന്ദർശനങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അനേകരുടെ വിഷയമെന്ന് പറയുന്നതും പ്രശ്നങ്ങളിലൊക്കെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ നമുക്ക് ആരോടും പറയാൻ താല്പര്യമില്ല. പരമാവധി അത് ഒളിച്ചു വെച്ച്, അല്ലേ, ആരോടും പറയാതെ ഒളിച്ചു വെച്ച് നമ്മെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖം നമ്മൾ കാണിച്ചു കൊടുക്കുക. വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന, ആത്മീയമായിട്ട് വളരെ ഉന്നതിയിൽ ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മളെ തന്നെ അങ്ങ് പ്രദർശിപ്പിക്കുക. അതിനെന്തെന്നാ പറയുക? കാപട്യമെന്ന് പറയും, അല്ലേ? ഒരിക്കലും ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ആ ഒരു സമീപനം ശരിയാകുകയില്ല. ഒരു സഹോദരി ഇന്ന് സ്തോത്രം ചെയ്തപ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു, സ്തോത്രം ചെയ്തപ്പോൾ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഞങ്ങളെ ദൈനംദിനം സഹായിക്കുന്നവർക്ക് സ്തോത്രം. നിങ്ങളെ ശ്രദ്ധിച്ചില്ലെന്ന് അറിയത്തില്ല, ആഴ്ചയിൽ പലവട്ടം സംസാരിക്കുകയും തുറന്ന് സംസാരിക്കുകയും ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതുപോലെ അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതായിട്ടുള്ള സഹോദരിയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ പരാജയങ്ങൾ തുറന്നു പറയുമ്പോൾ അവിടെ നമ്മൾ തകരുകയാണ് ചെയ്യുന്നത്. എന്നെക്കുറിച്ച് ഞാൻ കെട്ടിപ്പൊക്കിയതായിട്ടുള്ള എല്ലാ നല്ല ധാരണകളും, നല്ല പിക്ചറുകളും, നല്ല, അല്ലേ, കാഴ്ചകളെല്ലാം ഞാൻ എൻ്റെ പരാജയങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെ അത് തകർന്ന് വീണ് തരിപ്പണമാകും. അവിടെ നിന്നേ പണിയാൻ പറ്റുള്ളൂ. തെറ്റായി കെട്ടിപ്പൊക്കിയതായിട്ടുള്ള ഒരു കെട്ടിടം അത് ബലമല്ല, അത് വാസയോഗ്യമല്ല. അത് വാസയോഗ്യമാകണമെങ്കിൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, അതൊക്കെ ബോംബ് വെച്ച് തകർത്ത് പുതിയതായിട്ട് ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ടൊരു പുതിയ പണി പണിയുക. ആ പുതിയ പണി പണിയാൻ മനസ്സില്ലാത്തിടത്തോളം കാലം നമ്മൾ നമ്മളുടെ ആ ഹിപ്പോക്രസിയിൽ, ആ കാപട്യത്തിൽ ജീവിക്കും. അവസാനം എന്താണെന്നുള്ള കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിച്ചു പോകുമോ, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന സ്ഥലത്തേക്കാണോ പോകുന്നത് നമുക്കറിയില്ല. തൻ്റെ ജീവനെ നേടുന്നവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും.